കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചതിൽ നിന്നും 4 ദിവസം മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ഡയോണും വിറ്റ്നിക്ക് കോളയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് സംസാരിക്കുന്നു. കഴിഞ്ഞ കാർ ആക്സിഡന്റിന്റെ കേസ് ഒന്നും കൂടി അന്വേഷിക്കുവാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. അത് വെറുമൊരു കാർ ആക്സിഡന്റ് ഒന്നും അല്ലല്ലോ, അതിന്റെ കൂടെ ചൈൽഡ് അബ്യൂസ് കൂടി ഉള്ളതല്ലേ. ഞാനും ഒന്ന് മരിച്ചിട്ടൊക്കെ എണീറ്റ് വന്നതെന്ന് പറഞ്ഞിട്ട് ആരും തന്നെ എന്നെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ തെളിവൊക്കെ ഉണ്ടാക്കി അവരെ അത് തെളിയിച്ച് കാണിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ കൂടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും അത് തെളിയിക്കണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹമില്ലാതായി. നീ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് നിന്റെ അടുത്ത് പേടിയോ അല്ലെങ്കിൽ വെറുപ്പോ തോന്നിയിട്ടില്ല. നീ ആരാണെന്നോ നീ എന്തിനാണ് എന്നെ കൊന്നതെന്നോ ഇനി നിന്നോട് ഞാൻ ചോദിച്ചുകൊണ്ടൊന്നും വരികയില്ല. എന്തായാലും നീ ഒരു ചെകുത്താനാണെന്നൊക്കെ ഞാനും വിശ്വസിക്കുന്നു എന്നാണ് ഡയോണും പറയുന്നത്. അങ്ങനെ ഡയോണും ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഇനി ബിറ്റ്നയും ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ, ആ ഡയോൺ നിന്നെ ശല്യം ചെയ്യുന്നുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്. അവന്റെ അഡ്രസ് ഇങ്ങെടുക്ക്, അവനെ നമുക്ക് തല്ലി ചതച്ചേക്കാമെന്നൊക്കെ ഏറോൺ പറയുന്നുണ്ടെങ്കിലും ബിറ്റ്നയും വളരെ വിഷമിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അവൻ ഇനി ശല്യമൊന്നും ചെയ്യുവാനായിട്ട് വരികയില്ല എന്നൊക്കെ അറിയിക്കുന്നു. ബിറ്റ്നയും ഇതിനു മുമ്പ് ഡയോന്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്താകട്ടെ അവളുടെ ഹൃദയം ഒരുപാട് ഇടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഒരു സംഭവമൊക്കെ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രണയമൊക്കെ തോന്നുമ്പോഴത്തേക്കുമാണ് വരാറുള്ളത്. പക്ഷെ ബിറ്റ്നയ്ക്ക് ഡയോന്റെ ഒപ്പം നിന്നപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയെന്നൊക്കെ മാൻഡുവും പറയുന്നു. ബിറ്റ്നയും ഇത് പ്രണയമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ചെകുത്താന്മാർ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആകാംക്ഷ കാരണം മാൻഡുവും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്ന ദൗത്യമായിട്ട് ഭൂമിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മനുഷ്യരുടേതായിട്ടുള്ള ഇമോഷൻസോ പ്രണയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ മരണത്തെക്കാളും വലിയൊരു ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക എന്നൊക്കെ ആയിരുന്നു ബെയിലും അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മനുഷ്യരായിട്ടൊക്കെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അധികം വൈകാതെ ഇമോഷൻസും നമ്മളെ തേടി എത്തുന്നതായിരിക്കും. പ്രണയമൊക്കെ വരികയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി നോക്കാമെന്ന് മാണ്ഡുവും പറയുന്നു. ബിറ്റ്നയും ടീച്ചറിന്റെ പേരൊക്കെ കണ്ണാടിയിൽ എഴുതി നോക്കുമ്പോഴത്തേക്കും ആകട്ടെ ടീച്ചറും പോലീസിനെയും കൂട്ടിക്കൊണ്ട് കുട്ടീനെ വേണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്കൊക്കെ ചെന്നിട്ടുള്ളത് കാണിക്കുന്നു. പക്ഷെ മുത്തശ്ശിയും എന്റെ മകനെ കൊന്നത് ഇവളാണ്, അതുകൊണ്ട് തന്നെ എന്റെ കൊച്ചുമോനെ ഒരിക്കലും ഇവളുടെ കൂടെ വിടുകയില്ല എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു. മാത്രല്ല ഈ ഒരു കൊലപാതകമൊക്കെ എന്റെ കൊച്ചുമോൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നും കൂടി മുത്തശ്ശി അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും ടീച്ചറിന്റെ മുഖം പെട്ടെന്നങ്ങ് മാറുന്നു. ജിഹോ തനിച്ച് നടന്നു വരുമ്പോഴത്തേക്കും ഒരു മുത്തശ്ശിനെയൊക്കെ കാണുകയാണ്. ജിഹോയും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുവാനായിട്ട് ആ മുത്തശ്ശിനെയും സഹായിക്കുന്നു. വേദനയൊക്കെ മാറുവാനായിട്ട് മുതിർന്നവർ കഴിക്കുന്ന രീതിയിലുള്ള ഒരു ടോണിക്കൊക്കെ ആ ഒരു മുത്തശ്ശിയും ജിഹോയ്ക്ക് നൽകുകയാണ്. രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിന്റെ മുത്തശ്ശിക്ക് ഇതൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ മുത്തശ്ശിക്കും വേദന എല്ലാം തന്നെ മാറുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ജിഹോയും ആ ഒരു വാക്കൊക്കെ കേട്ട് ഡ്രിങ്ക്സുമായിട്ട് പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഡ്രിങ്ക്സിന്റെ അകത്ത് ഉറക്ക ഗുളികയൊക്കെ കലക്കിയതിനു ശേഷം ഈ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ടീച്ചറായിരുന്നു. അങ്ങനെ രാത്രി 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ജീഹോയും മുത്തശ്ശിക്ക് ഈ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുകയാണ്. പിന്നീട് ടീച്ചർ വീടിന് മുമ്പിലൊക്കെ വന്നതിന് ശേഷം നീ ഇപ്പോൾ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ മുത്തശ്ശിയും നിന്റെ അച്ഛൻ മരിച്ചതുപോലെ മരിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അതേസമയം മുത്തശ്ശിയും ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ തിരികെ എത്തി കഴിയുമ്പോഴത്തേക്കും ഡയോണും ഒരു നമ്പറിൽ നിന്നും കോളൊക്കെ വരുന്നു. കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ജീഹോ ആയിരുന്നു. ജിഹോ ഏതോ ഒരു ബൂത്തിൽ നിന്നും കോൾ ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ജിഹോനെ അന്വേഷിച്ച് പോകുകയാണ് ഡയോണും. അതേസമയം കൂടെ ഉണ്ടായിരുന്ന ബാക്കി പോലീസുകാരാകട്ടെ ജിഹോയുടെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ ചെല്ലുകയും മുത്തശ്ശിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയോണും ബൂത്തൊക്കെ കണ്ടുപിടിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും തണുത്തു മരച്ചൊക്കെ ഇരിക്കുന്ന ജിഹോനെയും ഡയോൺ കാണുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ടീച്ചറും അവനോട് ബാത്ടബിലൊക്കെ മുങ്ങിക്കിടക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവനും ഇപ്പോൾ ഡയോന്റെ അടുത്ത് പറയുന്നത്. പിന്നീട് ടീച്ചർക്ക് മാൻഡുവിന്റെ അടുത്തു നിന്നും ഒരു കോളൊക്കെ വരുന്നു. ടീച്ചറും ഹസ്ബൻഡിനെ കൊന്നതാണെന്നുള്ളതിന്റെ തെളിവൊക്കെ തന്റെ കയ്യിൽ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ താൻ പറയുന്ന സ്ഥലത്തേക്കൊക്കെ എത്തണമെന്നുമായിരുന്നു മാഡുവും ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീയും പോലീസിനെയോ മുത്തശ്ശിനെയോ കോണ്ടാക്ട് ചെയ്യരുത്, ഞാനും ഉടനെ തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ടീച്ചറും പോയത്. അതേസമയം പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ചീഹോയും അടുത്തുണ്ടായിരുന്ന ബൂത്തൊക്കെ കണ്ടിട്ട് ആരെ വിളിക്കണമെന്നൊക്കെ ഓർത്തപ്പോഴത്തേക്കും ഡയോന്റെ മുഖമായിരുന്നു അവന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡയോണയും അവന് വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞതും. കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സ്ഥലത്തേക്ക് ടീച്ചർ എത്തി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ അകത്തു നിന്നും അവർക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാറൊക്കെ കരയിലേക്ക് വരുന്നതാണ് ടീച്ചറും കാണുന്നത്. ടീച്ചർ ആദ്യമൊന്ന് പേടിക്കുന്നുണ്ടെങ്കിലും വണ്ടിയിൽ നിന്നും ബിഗ്നനെ കാണുമ്പോഴത്തേക്കും ആ ഒരു പേടിയൊക്കെ മാറുന്നു.
ബിഡ്ഡയും കയ്യിൽ കത്തിയൊക്കെ വെച്ചിട്ട് ജിഹോ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടീച്ചറും അവൻ സേഫായിട്ട് വീട്ടിലുണ്ട് എന്നൊരു മറുപടിയൊക്കെ നൽകുന്നു. കള്ളം പറയുന്നത് ചീത്ത ആൾക്കാരാണ്, ചീത്ത ആൾക്കാർക്ക് ശിക്ഷയൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ബിഡ്ന പറഞ്ഞ് അവളെ കുത്തുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവളും ഒരുപാട് പേടിക്കുന്നുണ്ട്. ബിഡ്നയും നീ ചെയ്ത തെറ്റുകളൊക്കെ നീ സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഒന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഡ്ന അവളെ തല്ലുകയാണ്. അതേസമയം ബിഡ്നയുടെ തല്ലൊക്കെ കൊള്ളുന്ന അവളും സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. പക്ഷെ പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവള് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ അകത്ത് സീറ്റ് ബെൽറ്റ് തുറക്കുവാൻ സാധിക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. ബിഡ്നയും കാറിന്റെ ഷെയ്ഡൊക്കെ അടച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവളും സഹായിക്കണമെന്നൊക്കെ നിലവിളിച്ച് രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷേ സീറ്റ് ബെൽറ്റ് ഊരിപ്പോന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നോ അവളുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് മരിച്ചത്, അതേ കണ്ടീഷനിലേക്കൊക്കെ അവളും പോകുന്നു. പക്ഷെ പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവൾ മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സെക്കൻഡ് ഹസ്ബൻഡിനെ കൊന്നത് താൻ തന്നെയാണെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. നിന്റെ ഫസ്റ്റ് ഹസ്ബൻഡിനെ കൊന്നതും നീ തന്നെയല്ലേ? എന്റെ അടുത്ത് സത്യമൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇല്ലെങ്കിൽ നീ പറയുന്ന ഓരോ കാലത്തിനും ഞാൻ നിന്നെ തല്ലുന്നതായിരിക്കുമെന്നൊക്കെ പിന്നെയും പറയുന്നു. അങ്ങനെ അവളും പറയുകയാണ് അവളുടെ ഫസ്റ്റ് ഹസ്ബൻഡ് ഒരുപാട് പണക്കാരനായിരുന്നെങ്കിലും പ്രായം ചെന്നൊരു വ്യക്തിയൊക്കെ ആയിരുന്നു. അവൾക്ക് അയാളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ പോവുകയാണെങ്കിൽ പണം കിട്ടുമെന്ന് മനസ്സിലാക്കിയ അവളും ഉറക്ക ഗുളികയൊക്കെ കൊടുത്ത് അയാളെ ഉറക്കിക്കെടുത്തതിന് ശേഷം ഒരു മരുന്നൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് അയാളുടെ കാഴ്ചശക്തിയും ഇല്ലാതാക്കുന്നു. പിന്നീട് കാഴ്ചശക്തിയില്ലാത്ത അയാളെ കുന്നിന്റെ മുകളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം മുകളിൽ വെച്ച് അവളും അയാളെ താഴേക്കൊക്കെ തള്ളിയിട്ട് കൊല്ലുന്നു. അങ്ങനെ എനിക്കൊരു അപ്പാർട്ട്മെന്റും 500 മില്യനും കിട്ടി. അപ്പാർട്ട്മെന്റ് ഒക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും പണം വളരെയധികം കുറവായിരുന്നു. പിന്നീട് ഞാനും ആ ഒരു കാരണം കൊണ്ട് തന്നെ കൂടുതൽ പണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ജീഹോയുടെ അച്ഛനെ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്നെ ആരും സംശയിക്കാതിരിക്കുവാനായിട്ടാണ് ജീഹോനെ ഞാൻ രക്ഷിച്ചതും. ഇത്രയേറെ അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ പോലും പിന്നീട് ഒരു കള്ളം കൂടി അവൾ പറയുകയാണ്. അതായത് ഹസ്ബൻഡിനെ കൊന്ന് തെറ്റൊക്കെ തിരുത്തുവാനായിട്ടാണ് കുട്ടീനെ നന്നായിട്ട് നോക്കുവാനായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നെന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വിറ്റ്നിയും അവളെ തല്ലുന്നു. എന്തായാലും ഈ ഒരു തവണ അവൾ തന്റെ തെറ്റെല്ലാം തന്നെ സമ്മതിച്ചിട്ട് എന്നെ ഇനി വിട്ടേക്കുവാനൊക്കെ പറയുമ്പോഴത്തേക്കും ബിറ്റ്നിയും നിന്നെ ഞാൻ നരകത്തിലേക്കൊക്കെ വിട്ടയക്കുവാനായിട്ട് പോകുകയാണെന്ന് പറയുന്നു. മാത്രല്ല നരകത്തിന്റെ റൂൾ എന്നത് എന്ത് തെറ്റ് ചെയ്തോ അതേ തെറ്റ് തന്നെ അവരും അനുഭവിക്കുക എന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്കും ബിറ്റ്നിയും അവളെ മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ ഇടുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് എങ്ങനെയാണോ അവൾ അവളുടെ ഹസ്ബൻഡിനെ കൊന്നിട്ടുണ്ടായിരുന്നത് അതേ രീതിക്ക് ബിറ്റ്നിയും അവളെ താഴേക്കൊക്കെ ഇടുന്നു. അങ്ങനെ തന്നെ മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് വീണ്ടും ടീച്ചർ കണ്ണൊക്കെ തുറക്കുന്നത്. ഈ ഒരു സമയത്താകട്ടെ ബെഡിലൊക്കെ ആയിരുന്നു ടീച്ചർ കിടന്നിട്ടുണ്ടായിരുന്നത്. അമ്മാവാ നമുക്കൊരു ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ജിഹോനെ എങ്ങനെയായിരുന്നോ ടീച്ചർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിക്ക് തലയിണ വെച്ച് ടീച്ചറുടെ മുഖമൊക്കെ പൊത്തി ടീച്ചറിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ് ബിറ്റ്നയും. എന്തായാലും ടീച്ചർ വീണ്ടും കണ്ണു തുറക്കുമ്പോഴത്തേക്കും ബിറ്റ്നയും ഒരു ഡ്രിങ്ക്സിന്റെ അകത്ത് കുറെ അധികം മരുന്നുകളൊക്കെ ഇടുകയാണ്. മാത്രമല്ല അതൊക്കെ നിർബന്ധിച്ച് ടീച്ചറിനെ കൊണ്ട് കുടിപ്പിക്കുന്നുമുണ്ട്. നിനക്ക് ഇപ്പോഴും എന്നെ കാണുവാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ബിറ്റ്ന ചോദിച്ചതിന് ശേഷം ഹസ്ബൻഡിനെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്ന അതേ മരുന്നൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ബിറ്റ്ന അവളെയും കുത്തിവെക്കുന്നു. അങ്ങനെ അവളും ചെയ്ത തെറ്റെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ബിറ്റ്ന കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ വെച്ച് അവളെ കുത്തുന്നത്. ബിഡ്നയും അവളെ കൊന്നതിന് ശേഷം ഗഹന എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നതൊക്കെ തന്നെ അവളുടെ നെറ്റിയിലും പതിപ്പിക്കുകയാണ്. അവിടെ ആകട്ടെ ഒരു വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ വെൻഡിങ് മെഷീനൊക്കെ തുറന്നിട്ട് നരകത്തിലേക്കുള്ള വാതിലൊക്കെ തുറക്കുമ്പോഴത്തേക്കും അവളുടെ ആത്മാവും നരകത്തിലേക്കൊക്കെ പോകുന്നു. പിന്നീട് ക്ലീനൊക്കെ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ബോഡി കിടന്ന സ്ഥലം മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിനു ശേഷം ബിഗ്നയുടെ ഡ്രസ്സിലൊക്കെ രക്തമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതും കൂടി ക്ലീൻ ആക്കുകയാണ് അവരും. കഴിഞ്ഞ പ്രാവശ്യമാകട്ടെ എല്ലാവരും കാണുന്ന രീതിക്ക് വെളിയിലേക്ക് ബോഡിയൊക്കെ ഇട്ടു വെക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇത്തവണയും അതുപോലെ തന്നെ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബിഗ്നയും മറ്റൊരു കാര്യമാണ് അവരുടെ അടുത്ത് പറയുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.